ഡൽഹിയിൽ സൂര്യാഘാതമേറ്റ് മരിച്ച മലയാളി പോലീസ് ഓഫീസർ കെ ബിനീഷിന്റെ മൃതദേഹം അല്പസമയത്തിനകം വടകര ചേറോടുള്ള വീട്ടിലെത്തിക്കും. നാളെ രാവിലെ 9 മണിക്കാണ് സംസ്കാരം നടക്കുക. വിവരങ്ങളുമായി സമീർ സി മുഹമ്മദ് ചേരുന്നുണ്ട്. സമീർ, വിശദാംശങ്ങൾ എന്താണ്? സമീർ, രജിത്ത്, ഈ നാടൊന്നാകെ വലിയ സങ്കടത്തിലാണ്. പ്രിയപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അതുപോലെ തന്നെ ഈ മേഖലയിലുള്ള വിവിധ മേഖലകളിൽ ഇടപെടുന്ന ഒരു സാമൂഹിക പ്രവർത്തനം കൂടിയായിട്ടുള്ള വ്യക്തിയുടെ വിയോഗമാണ് ഉണ്ടായിട്ടുള്ളത്. ഡൽഹി പോലീസിലെ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ആയിട്ടുള്ള ബിനീഷിൻ്റെ ആ വിയോഗം താങ്ങാനാവുന്നതിലും അപ്പുറത്താണ്. ഇപ്പോൾ അല്പസമയം മുമ്പാണ് കോഴിക്കോട് വിമാനത്താവളത്തിലേക്ക് മൃതദേഹം ഡൽഹിയിൽ നിന്നുള്ള വിമാനത്തിൽ എത്തിച്ചത്. ഇപ്പോൾ അവിടെ നിന്ന് വടകരയിലുള്ള ഈ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവരികയാണ്. ഇപ്പോൾ സുഹൃത്തുക്കൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മാതാവ് നേരത്തെ മരിച്ചിരുന്നു. പിതാവും അതുപോലെ തന്നെ ഭാര്യ, മക്കൾ ഉൾപ്പെടെയുള്ളവർ നിരവധി പേർ ഇവിടെ എത്തിയിട്ടുണ്ട്. ബന്ധുക്കൾ നിരവധി പേർ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സുഹൃത്തുക്കളും ഈ ഒരു ദുഃഖം താങ്ങാനാവാത്ത ഒരു സാഹചര്യമാണുള്ളത്. വളരെ ഏറെ പ്രിയപ്പെട്ട വ്യക്തിയുടെ വിയോഗമാണ്. സമൂഹത്തിൻ്റെ വിവിധ മേഖലയിലുള്ള ഇടപെടൽ നടത്തുന്ന ഒരു പോലീസ് ഓഫീസറുടെ വിയോഗമാണ്. എങ്ങനെയാണ് ആ സുഹൃത്തിനെ ഓർക്കുന്നത്? സുഹൃത്തിനെ ഓർക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഈ പ്രദേശത്ത് എത്തിയാൽ പൊതുവായ എല്ലാ കാര്യങ്ങളിലും, കുടുംബകാര്യങ്ങളിലും ബന്ധുക്കളെ കാര്യങ്ങളിലായി തന്നെ പ്രദേശത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ പങ്കാളികളായിക്കൊണ്ട് ഇവിടെ അവൻ നഷ്ടപ്പെട്ടത് ഈ പ്രദേശത്തിൻ്റെ ഒരു തീരാ നഷ്ടമാണ് എന്നാണ് ഞങ്ങളുടെ പൊതുവായ അഭിപ്രായം. രജിത്ത്, ഇപ്പോൾ ഒരു മാസം മുമ്പാണ് ഒടുവിൽ ബിനീഷ് നാട്ടിൽ വന്ന് മടങ്ങിയത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിക്കൊണ്ട് എത്തിയതായിരുന്നു. അത്തരത്തിൽ ഒരു വളരെ അടുത്ത ദിവസം കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ വിയോഗമാണ് ഉണ്ടായിട്ടുള്ളത്. ബിനീഷ് ഈ നാട്ടുകാർക്കെല്ലാം വളരെ പ്രിയപ്പെട്ട ഒരാളാണ്. 10-25 വർഷത്തിലധികമായിട്ട് സർവീസിലുള്ള ആളാണ്. അവിചാരിതമായിട്ടുള്ള മരണമാണ്. നല്ല ആരോഗ്യവാനായിരുന്നു ബിനീഷ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് സംഭവിച്ചെന്നുള്ളൊരു ആശങ്കയിലാണ് നാട്ടുകാരുള്ളത്. ഒരു കുടുംബം അനാഥമായൊരു സ്ഥിതിയാണുള്ളത്. എന്തായാലും ആ കുടുംബത്തിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഒന്നാകെ നമ്മുടെ സമൂഹത്തിനുണ്ട്, ബന്ധപ്പെട്ട അധികൃതർക്ക് ഒക്കെ ഉണ്ട്. ആ രൂപത്തിലുള്ള ഒരു കാര്യമേ ഇനി അങ്ങോട്ട് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുള്ളൂ. ആ രൂപത്തിലുള്ളൊരു ആശങ്കയും ചിന്തയൊക്കെയാണ് ഈ കുടുംബത്തിനും നാട്ടുകാർക്കും മൊത്തത്തിലുള്ളത്. വലിയ നഷ്ടമാണ്. രജിത്ത്, ഒരു തീരാ നഷ്ടം തന്നെയാണ് ഈ നാടിനൊന്നാകെ ഉണ്ടായിട്ടുള്ളത്. കുടുംബത്തിന് മാത്രമല്ല, ഈ നാടിനൊന്നാകെ ഉണ്ടായ ഒരു നഷ്ടമാണ്. എല്ലാ തലങ്ങളിലും ഇടപെടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ ഈ നാടൊന്നാകെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും. എന്തായാലും അല്പസമയത്തിനകം തന്നെ മൃതദേഹം ഈ ചേറോടുള്ള വീട്ടിലേക്ക് എത്തിക്കും. ഇവിടെ പൊതുദർശനം ഉണ്ടാവും. നാളെ രാവിലെ 6 മണി മുതലാണ് പൊതുദർശനം. പിന്നീട് രാവിലെ 9 മണിക്ക് തന്നെ വീട്ടുവളപ്പിൽ തന്നെയായിരിക്കും സംസ്കാര ചടങ്ങ്. ഡൽഹിയിൽ സൂര്യാഘാതമേറ്റ് മരിച്ച മലയാളി പോലീസ് ഓഫീസർ കെ ബിനീഷിന്റെ മൃതദേഹം അല്പസമയത്തിനകം വടകരയിലെ വീട്ടിൽ എത്തിക്കും. സമീർ സി മുഹമ്മദ് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.